നമസ്കാരം. നഖത്തിനിടയിൽ വരെ കള്ളം, അതാണ് CPM ശൈലി. കക്കാനും മുക്കാനും പിന്നെ നക്കാനും മാത്രമാണ് ഇപ്പോഴും ഈ പാർട്ടിയിൽ കുറേ എണ്ണം കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ഇവറ്റകളുടെ ഭാവമൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇവരില്ലെങ്കിൽ ഈ ഭൂലോകമില്ലെന്നാണ്. ഭൂമിയുടെ ഓരോ ചലനവും പോലും തീരുമാനിക്കുന്നത് AKG സെന്ററിൽ നിന്നാണെന്നാണ് വിചാരം. കമ്മ്യൂണിസം എന്താണെന്നറിയില്ല, നേരാംവണ്ണം മുദ്രാവാക്യം വിളിക്കാനറിയില്ല, ആരോടും മാന്യമായി പെരുമാറാനറിയില്ല. ആകെ അറിയാവുന്നത് ബക്കറ്റ് പിരിവും കൊടികുത്തി പൂട്ടിക്കലുമാണ്. അതാണ് അവരുടെ പാർട്ടി പ്രവർത്തനം. ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഒരു മറ, അതാണ് അവർക്ക് പാർട്ടി പ്രവർത്തനം. CPM നിയന്ത്രണത്തിലുള്ള പല സഹകരണ ബാങ്കുകളുടെയും തട്ടിപ്പ് കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. കരുവന്നൂർ, വെള്ളത്തൂവൽ, സീതത്തോട്, മൈലപ്ര തുടങ്ങി ഒടുവിൽ നേമം സഹകരണ ബാങ്ക് തട്ടിപ്പും പുറത്തു വന്നു. ഈ പറയുന്നത് CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം സജീബ് ഹാഷിം എന്ന സഖാവിന്റെ തട്ടിപ്പിനെ കുറിച്ചാണ്. സഖാവ് കൂടുതലും വലിപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാരെ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. പള്ളിക്കൽ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഈ പറയുന്ന സജീബ് ഹാഷിം. ഈ കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് ഇയാൾ ബിനാമികളുടെ പേരിൽ എടുത്തത്. ഇങ്ങനെ എടുത്ത 10 വായ്പകളുടെ പണം എത്തിയത് സജീബിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് തന്നെയായിരുന്നു. ജാമ്യം നിൽക്കാനാണെന്ന് പറഞ്ഞ് DYFIക്കാരുടെയും CPMകാരുടെയും ഒപ്പിട്ട് വാങ്ങി അവരുടെയെല്ലാം പേരിൽ വായ്പ എടുത്തു. ഇങ്ങനെ എടുത്ത വായ്പകൾ തിരിച്ചടച്ചുമില്ല. തിരിച്ചടവ് മുടങ്ങി ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് സ്വന്തം സഖാവ് തങ്ങളെ വലിപ്പിച്ച് വായ്പയെടുത്ത വിവരം കമ്മികൾ അറിഞ്ഞത്. ഏകദേശം 30ഓളം പേരെ ഇത്തരത്തിൽ കബളിപ്പിച്ച് സജീബ് വായ്പ എടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ മുതലും പലിശയും അടക്കം കോടികളാണ് ബാങ്കിന് തിരികെ കിട്ടാനുള്ളത്. 2021-22 ഓഡിറ്റ് റിപ്പോർട്ടിൽ ബിനാമി വായ്പ എന്നു തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPM പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ കെട്ടിടം നിർമ്മിക്കാനായി വാങ്ങിയ സ്ഥലം ഈടുവെച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതിന്റെ പേരിൽ സജീബ് ഹാഷിമിനെ 2 വർഷം മുൻപ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു. തീർന്നില്ല. CPM കിളിമാനൂർ ഏരിയ സെക്രട്ടറി S ജയചന്ദ്രൻ മറ്റുള്ളവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് നൽകി സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു. പക്ഷേ ബാങ്കുകൾക്ക് നഷ്ടം വന്നില്ല. കാരണം ജയചന്ദ്രൻ വായ്പ തിരിച്ചടച്ചില്ലെങ്കിലും സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഹതഭാഗ്യരുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടവ് പിടിച്ചു. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഇവന്മാരുടെ കന്നം തിരിവുകൾ. CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു സത്യവ്രതൻ. അദ്ദേഹം മരിച്ചുപോയി. ആ സത്യവ്രതന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതിന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D ശ്രീജയെ കൊടുവഴന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗമായി അവരോധിച്ചു. വനിതാ അഭിഭാഷക പീഡന പരാതി നൽകിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്ന മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S സുധീറിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. തിരുവനന്തപുരം വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ഇങ്ങനെ വലിച്ചും വലിപ്പിച്ചും നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മി കൂട്ടങ്ങൾ. പണിയെടുത്ത് തിന്ന് ശീലമില്ല. ആകെ അറിയാവുന്നത് ഇതൊക്കെ തന്നെയാണ്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അത് ഓർക്കാനുള്ള ബുദ്ധിയും വിവരവും കമ്മികൾക്കില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.